ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു ഗെയിം കളിക്കാൻ പോവാണ്. എൻ്റെ ഫ്രണ്ട്സ് അധികവും കളിച്ച ഗെയിംസാണെന്ന് തോന്നുന്നത്. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ മാഫിയ 42 എന്നാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ ഡൗൺലോഡ് ആക്കിയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ടൈം കളിക്കാൻ പോവാണ്. ഇതുവരെ കളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഗെയിം എന്താണെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ കളിക്കുമ്പോൾ ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഇപ്പം ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ഇതെന്താണെന്നൊന്നും ഒരു പ്ലാനും ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗെയിമിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ ഗെയിമിനെ കുറിച്ച് ഒന്നും അറിയാണ്ടാണ് ഞാൻ ഇതിൽ കയറുന്നത്. ഉള്ളത് മൊത്തം വായിച്ചു നോക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഗെയിമിൽ എൻ്റർ ചെയ്യുന്നത്. ഇതിപ്പോൾ ട്രയലാണ് കാണിക്കുന്നത്. ട്രയലായിട്ട് ഇതെങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ളത് ഇവിടെ കാണിക്കുകയാണ്. ഞാൻ അസിസ്റ്റൻ്റ് 1 അസിസ്റ്റൻ്റ് 3 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മളെ കൂടെയുള്ള ആയിരിക്കും, എനിക്കറിയില്ല. ഞാനിപ്പോൾ തൽക്കാലം ഒരു ഡയലോഗ് ഇട്ടിട്ടുണ്ട്. എന്താണെന്നറിയില്ല, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെയാണ് മുകളിൽ ഞാൻ കണ്ട അവിടെ സ്റ്റാർട്ട് ഗെയിം എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അത് ഞാൻ ഞെക്കി. അപ്പം അത് ഞെക്കിയപ്പോഴാണ് ശരിക്കും എൻ്റർ ചെയ്തത്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കോപ്പാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് പോലീസാണ്. സോ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു മാഫിയ ആരാണെന്നുള്ളത്. സോ ഇതിൻ്റെ അകത്ത് ആഷ് ഗോളി ഞാനാണ്. അസിസ്റ്റൻ്റ് 1 അസിസ്റ്റൻ്റ് 2 അസിസ്റ്റൻ്റ് 3 ഉണ്ട്. ആൻഡ് എൻ്റെ ഫൈൻഡിങ്സ് ഷെയർ ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റൻ്റ് 3ൻ്റെ മർഡർ നടന്നിരിക്കുകയാണ്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഷെയർ ചെയ്യണം. ഇവിടെ അസിസ്റ്റൻ്റ് 1 ഡോക്ടറാണെന്ന് പറയുന്നുണ്ട്, മാഫിയ അല്ലാന്നൊന്നും പറയുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ തൽക്കാലം ആ അസിസ്റ്റൻ്റ് 1ന് ഡോക്ടറിൻ്റെ ആ പ്ലസ് ചിഹ്നം നമ്മൾ തൽക്കാലം കൊടുക്കുകയാണ്, നമുക്കറിയാൻ വേണ്ടിയിട്ട്. സോ അസിസ്റ്റൻ്റ് 1ന് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അസിസ്റ്റൻ്റ് 2 ആണുള്ളത്. സോ അസിസ്റ്റൻ്റ് 2 ആണ് മാഫിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എൻ്റെ ആ ഇൻവെസ്റ്റിഗേഷൻ ഒപ്പീനിയൻ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അസിസ്റ്റൻ്റ് 1നെ പിന്നെ എന്തൊക്കെയോ ഡയലോഗൊക്കെ കാണുന്നുണ്ട്. സോ അത് വന്നിട്ടുണ്ട്. പിന്നെ അത് ഞാൻ വായിച്ചു നോക്കുകയാണ്. പിന്നെ അവിടെ അസിസ്റ്റൻ്റ് 2ൻ്റെ അടുക്ക പ്രൊഫൈലിൽ ഗണ്ണാണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റും അസിസ്റ്റൻ്റ് 2 തന്നെയാണ് കില്ലർ എന്നുള്ള കാര്യം. കാരണം അതിൽ കണ്ടോ, മെമ്മോയിൽ കാണിക്കുന്നുണ്ട്, അവിടെ ഗണ്ണിൻ്റെ ചിഹ്നത്തിൻ്റെ താഴെ മാഫിയ എന്ന് കാണിക്കുന്നുണ്ട്. സോ ഐ തിങ്ക് അസിസ്റ്റൻ്റ് 2 അല്ലാതെ വേറെ ആരും ആകാൻ സാധ്യതയില്ല. അസിസ്റ്റൻ്റ് 2 മാത്രമാണ് പിന്നെ ഉള്ളത്. അസിസ്റ്റൻ്റ് 3 ആണ് മർഡർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ ഞാൻ അസിസ്റ്റൻ്റ് 2 കില്ലറാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് തൽക്കാലം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഗെയിം എന്താണെന്ന് മര്യാദയ്ക്ക് എനിക്കറിയില്ല. സോ അറിയുന്ന പോലെ കളിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കും അറിയെങ്കിൽ കമൻറ്റ് ബോക്സൊക്കെ നല്ലോണം പറയുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് പാർട്ട് 2 നല്ലോണം കളിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇവിടെ ഇപ്പോൾ വോട്ടിംഗ് ഫേസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അസിസ്റ്റൻ്റ് 1ഉം അസിസ്റ്റൻ്റ് 2നുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഞാനും അതുകൊണ്ട് അസിസ്റ്റൻ്റ് 2നെ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് സോ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ വോട്ടിങ്ങിൽ അവിടെ വോട്ട് ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻ കാണുന്നുണ്ട്. സോ വോട്ടിങ്ങിൽ നമ്മൾ അസിസ്റ്റൻ്റ് 2നെ വോട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ നേരെ ഗെയിമിന് പുറത്തേക്കാണ് പോയെന്ന് തോന്നുന്നു ഗൈസ്. ഇനി ശരിക്കുള്ള ഗെയിം സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. നമ്മൾ ഫാഷൻ 1 ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം വായിച്ചു നോക്കണം. എനിക്ക് വായിക്കാനാണ് ഏറ്റവും മടി. തൽക്കാലം നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗെയിമിലേക്ക് ശരിക്കും ഇപ്പം നമ്മൾ ട്രയലാണ് നോക്കിയത്. ഇനി ശരിക്കുള്ള ഗെയിമിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്.
ആൻഡ് ഇവിടെ ഓരോന്നും ക്ലിക്ക് ചെയ്ത് അതിൽ ഓരോന്നും പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നൊക്കെ. സോ അതെല്ലാം ഞാൻ വേഗത്തിൽ വായിച്ചു പോകുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കിയതാണ് ഞാൻ. അതിൻ്റെ ഒന്നും ഇപ്പോൾ ആവശ്യമില്ല, വായിച്ചു നോക്കിയിട്ട്. ആൻഡ് നേരെ ഗെയിമിലേക്ക് പോകാനാണെങ്കിൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നമുക്ക് ചിപ്പ് വേണം. ഇപ്പം നമ്മുടെ കയ്യിൽ 0 ചിപ്പാണ് അവിടെ മുകളിൽ കാണുന്നുണ്ട്. 5 ചിപ്പ് വേണം. അതിൽ 0 ചിപ്പാണ് നമ്മൾ എടുക്കിയിട്ടുള്ളത്. സോ ഞാൻ ചിപ്പ് തേടുന്നുണ്ട്, എവിടെ നിന്നെങ്കിലും കിട്ടുമോ നോക്കട്ടെ. എല്ലാടിക്കും പിടിച്ച് കേൾക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ചിപ്പ് കിട്ടണ്ടേന്ന് അറിയില്ല. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. അപ്പോഴാണ് കണ്ട് അവിടെ സൈഡിൽ ഒരു ഇതുണ്ട് ക്ലൈംബ് ചെയ്യണ്ടേ. സോ അത് അവിടെ പോയി നമ്മൾ ഈ കാണുന്നതെല്ലാം കളക്ട് ചെയ്തതിന്. സോ അതിന് ശേഷം നമുക്ക് അവിടെ കാണാം നമ്മളെടുക്കാം 5x5 5 ജീപ്പും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ശരിക്കുള്ള ഗെയിമിലേക്ക് കടന്നതിന്. ഇതെന്താണെന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ട് ഗെയിം നടത്തിക്കൊണ്ടുപോവാണ്. ഇത് എങ്ങനെയാണെന്നുള്ള ഒരു ശരിക്കുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഞാൻ ശരിക്ക് കളിക്കത്തുള്ളൂ. അല്ലാണ്ട് ഇതെനിക്ക് ഒന്നും തിരിയുന്നില്ല. ഇത് ഗെയിമിലേക്ക് കടന്നപാടും കുറേ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഫുൾ ചാറ്റുകളാണ് വരുന്നത്. എനിക്കൊന്നും മര്യാദയ്ക്ക് വായിക്കാൻ കഴിയുന്നില്ല ഇത്ര ഫാസ്റ്റായിട്ട്. പിന്നെ ഞാൻ വായിച്ചു പോകുന്നുണ്ട്. പിന്നെ എനിക്കൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ എന്തൊക്കെയൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഒന്നും കൂടി മുകളിലേക്ക് പോയി അതെന്താണെന്ന് വായിക്കുന്നുണ്ട്. സോ അതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ച് വന്ന് ഇതിൽ കുറേ ആൾക്കാർ എന്തൊക്കെയൊക്കെയോ കമൻ്റ് ഇടുന്നുണ്ട്. ഇവരെ ഒരാളെ എലിമിനേറ്റ് ആക്കാൻ കളിക്കുകയാണ്. ഐ തിങ്ക് ഇവിടെ 3 ആൾക്കാർ വന്നിട്ടുണ്ട്. എന്നോട് ചോദിക്കുന്നുണ്ട് ആരാണ് ഞാൻ വോട്ട് ചെയ്യുന്നതെന്ന്. കാലിനറി 2-നെയാണ് ഞാൻ തൽക്കാലം വോട്ട് ചെയ്തത്. ഇപ്പം തൽക്കാലം അവർ തന്നെയാണ് ഔട്ടായിട്ടുള്ളത്. Day 2 തുടങ്ങി. ഇനി ഇതിൽ നമ്മൾ പിന്നെയും ഇങ്ങനെ ഓരോ ആളെ എലിമിനേറ്റ് ആക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഇപ്പം വോട്ടിംഗ് ഫേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നടക്കേണ്ടത് നടക്കും. 2 ആളെയാണ് ഇവിടെ കാണിക്കുന്നത്. എനിക്ക് ചിയർ ലീഡിങ് 2 ആണെന്ന് തോന്നുന്നു. ഞാൻ അതൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്, പക്ഷെ ഒരനക്കും ഇല്ല ഗൈസ്. പിന്നെയും വോട്ടിംഗ് ഫേസ് ഇതെന്താണോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഡിസഗ്രി ആണ്. ഇത് നമ്മൾ വിചാരിക്കുന്ന ആളെ ഒരു വാല്യൂ ഇല്ല. ഓരോ ആളെ കൊല്ലാൻ വോട്ട് ചെയ്യും. അതിലേറ്റവും കൂടുതൽ ആയിരിക്കാനുള്ള അവർ ചാവും. അത്രയാണ്. ഇവിടെ സിറ്റിസൺ വിൻ കാണിക്കുന്നുണ്ട്. അതായത് നമ്മളെ വിൻ ചെയ്തു. ഏതാണെന്നൊന്നും അറിയില്ല. ഞാൻ ആ ഗെയിമിൻ്റെ ഫ്ലോയിലങ്ങ് പോയി ഗെയ്സ്. സംഭവം ഇതെന്താണെന്ന് എനിക്ക് മര്യാദയ്ക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പാർട്ട് 2 ആയിട്ട് ശരിക്കും കളിക്കുന്നത് ഇടാം. ഇവിടെ ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ് ഗൈസ്. ഇവിടെ ഇനി 4 ചിപ്പ് ബാക്കിയുണ്ട്. മനസ്സിലാകാത്തതുകൊണ്ട് ഒന്നും കൂടി കളിക്കാൻ പോവാണ്. ബട്ട് ഇവിടെ മര്യാദയ്ക്ക് ആൾക്കാരൊന്നും വരുന്നില്ല കളിക്കാൻ. ഞാൻ പിന്നെയും ക്യാൻസൽ അടിച്ച് പിന്നെയും ഇതാക്കിയിട്ടൊന്നും വരുന്നില്ല. പിന്നെ അനക്കും അടുത്ത് മര്യാദയ്ക്കൊന്നും മനസ്സിലാകാത്ത ഗെയിം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഗൈസ്. ആൻഡ് ഞാൻ ഗെയിം കളിക്കലുണ്ടോ എന്ന് ചോദിച്ചാൽ ഫ്രീ ഫയർ ആണ് കളിക്കൽ ഗൈസ്. ഇപ്പോൾ പെൻഡിങ്ങിലാണത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാം. ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും ഇനി മുതൽ. സോ ഗൈസ്, ഈ ഗെയിമിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് ഇതൊരു ലൊടുക്ക് ഗെയിമാണ് ഗൈസ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സോ താങ്ക്സ്.